friends, welcome back to our channel. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഡ്രിങ്ക് റെസിപ്പിയാണ്. ബദാം ഡ്രിങ്ക് അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂരൊക്കെ ബദാം കാച്ചിയത് എന്ന് പറയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ 1 വീക്ക് മുന്നേ നമ്മുടെ കണ്ണൂര് പുതിയാപ്പിളമാർക്ക് കൊടുക്കുന്ന ചായയും കടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ചായക്ക് പുതിയാപ്പിളമാർക്ക് പാല് കൊടുക്കും, എന്നിട്ട് അവര് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ബദാം കാച്ചിയത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ടാന്ന് തോന്നുന്നു എനിക്ക് ഒരുപാട് പേര് മെസ്സേജും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീഡിയോന്റെ താഴെയൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബദാം കാച്ചിയത് എങ്ങനെയാണ്, ബദാം ഡ്രിങ്ക് എങ്ങനെയാണ് കാച്ചുന്നത്, ബദാം എങ്ങനെ കാച്ചുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പൊ അതിൽ തന്നെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒന്ന് പെട്ടെന്ന് തന്നെ ബദാം കാച്ചതിന്റെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ആ കുട്ടി പെട്ടെന്ന് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ എനിക്ക് കരുതി എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യം അങ്ങനെ ഉണ്ടാവുമല്ലോ, അർജന്റായിട്ട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കരുതി എന്റെ കയ്യിൽ ബദാമും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി എന്നാ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോ ഇത് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിരുന്നുണ്ട്. സിമ്പിൾ വീഡിയോ ആണ്, സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാം സിമ്പിൾ ആണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബദാമിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റാണ് ബദാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിത് പുതിയാപ്പിളമാർക്ക് കൊടുക്കുക മാത്രമല്ല കേട്ടോ ബദാം കാച്ചത് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ ഡെയിലി തന്നെ ബദാം ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ റെഡിയാക്കി കുടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഡെയിലി ഒക്കെ അവർക്ക് കാച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിക്കാതെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഒട്ടും ഭക്ഷണമൊന്നും കഴിക്കാതെ. അപ്പൊ അവർക്കൊക്കെ ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ അത്രക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ബദാമിന്റെ മിക്സ് ഒക്കെ വാങ്ങിക്കാനൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്, ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഒരിക്കലും മിക്സ് ഒന്നും കിട്ടില്ല. അതും മിക്സ് വാങ്ങിക്കുക, അതിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ട് എന്നുള്ളത് കൺഫ്യൂഷനൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും, ഹെൽത്തി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബദാം കാച്ച റെഡിയാക്കാനായിട്ടുള്ള ബദാം ഒന്ന് കുതിർത്ത് വെക്കാം. ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇപ്പോൾ 1/2 കപ്പ് ബദാം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബദാം ഒന്ന് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് ഒരു 25 അരമണിക്കൂറിനുള്ളിലായിട്ട് ഇതിന്റെ തൊലി ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിത് തൊലി സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ തിളച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഒരു അരമണിക്കൂറിന്റെ ഉള്ളിലായിട്ട് കുതിർന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പച്ചവെള്ളത്തിലാണ് കുതിരാൻ വെക്കുന്നതാണെങ്കിൽ ഇപ്പൊ രാവിലെ ഒക്കെ ബദാം കാച്ചുന്നതാണെങ്കിൽ ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ടൊക്കെ കുതിർത്ത് വെക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് പെട്ടെന്ന് തൊലി കിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്, പെട്ടെന്ന് തൊലി വിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ ഏതാണ്ട് ഒരു അരമണിക്കൂറൊക്കെ ആവാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ അത്യാവശ്യം ബദാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തൊലി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ജാർ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്, നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ തൊലിങ്ങ് വിട്ട് കിട്ടും, കണ്ടില്ലേ. അപ്പൊ ഇതുപോലെ ഞാൻ മുഴുവനൊന്ന് തൊലിയൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പം കണ്ടില്ലേ ബദാം മുഴുവനും ഞാൻ തൊലിയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിവിടെ കുറച്ച് കാഷ്യൂം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു 5, 8, ഒരു 10 അങ്ങനെ അത്രക്കേ വേണ്ടും കേട്ടോ, കുറച്ച് മതി. ഈ ഒരു കാഷ്യൂ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും, പിന്നെ കുറച്ചുകൂടി ഒരു തിക്നെസ്സും കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ചിലവർ മാത്രം ഞാൻ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എപ്പോഴൊക്കെ, എന്താന്ന് വെച്ചാൽ ഈ ഒരു ബദാം കാച്ചുന്ന സമയത്ത് തൊണ്ട കുത്തൽ ഫീൽ ചെയ്യുന്നൊക്കെ. പക്ഷെ പൊതുവെ ബദാം കാച്ചുമ്പോൾ അങ്ങനെ തൊണ്ട കുത്താറൊന്നുമില്ല, തൊലിയോട് കൂടി കാച്ചുമ്പോഴേ തൊണ്ടൊക്കെ കുത്തുള്ളൂ. അങ്ങനെ നമ്മുടെ തലശ്ശേരിയൊക്കെ തൊണ്ട കുത്തൽ എന്നാണ് കേട്ടോ പറയാ. തൊണ്ടൊക്കെ ഇങ്ങനെ കുത്തുന്ന പോലെ കിച്ചുണ്ടാവല്ലോ ആ ഒരു ഇതിൽ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ഒരു തൊണ്ട കുത്തൽ ഒഴിവാക്കാനും കൂടി ഇങ്ങനെ കാഷ്യൂ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതും കൂടി പറ്റും കേട്ടോ. പക്ഷെ അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ ചിലവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കാഷ്യൂ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല കേട്ടോ, പിന്നെ ടേസ്റ്റും കൂടുതൽ കിട്ടും. ഇനി നല്ല ഫൈനായിട്ട് ആദ്യം തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് പാല്, ഒന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടാനുള്ള പാല് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ഫൈനായിട്ട് ഒട്ടും തരികളില്ലാതെ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ബദാം കാച്ചാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനോ അല്ലെങ്കിൽ ഒരു ചായപാത്രം എന്തെങ്കിലും എടുക്കുക. ഞാൻ ഇതിലാണ് കാച്ചുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് അളവിലൊക്കെ വ്യത്യാസം വരുത്തണേ. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാൽ, അതായത് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബദാമിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബദാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മധുരം ചിലവർക്ക് ഒരുപാട് മധുരമൊന്നും ഇഷ്ടമുണ്ടാവില്ല, അതിനനുസരിച്ചിട്ട് കുറക്കണേ. ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നൊന്നുമില്ല. ഒന്ന് പാല് തിളച്ച് വരുന്നവർ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പാല് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്കിതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാലൊന്ന് തിളക്കേണ്ട സമയമേ വേണ്ടു കേട്ടോ. ഈസിയാണ് ചെയ്യാനായിട്ട്. ബദാം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് എപ്പോഴും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാല് മാത്രമല്ല ഞാൻ ഈ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിത് ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വെള്ളം ഒഴിക്കാതെ മുഴുവനായിട്ട് പാലൊഴിച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ട് കിട്ടുക. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പാർട്ടിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരല്പം ഫംഗ്ഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പം പാല് നമ്മുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കണം. ആദ്യം ഒരു 1 മിനിറ്റോ 1-2 മിനിറ്റോളം ഒന്ന് പാല് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് നമ്മൾ നന്നായിട്ട് 1 മിനിറ്റോ 1-2 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ് മാത്രം. അപ്പം ഉപ്പ് ചേർക്കാതെ നിൽക്കരുത്. കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒരു പൊടിക്ക് മുന്നിൽ കൂടുതൽ കിട്ടണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഏലക്ക മുഴുവനായിട്ടുള്ള ഏലക്കയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്തൊക്കെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കണം. കാരണം പാല് തിളച്ച് വരുമ്പോൾ എന്തായാലും പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ സ്പൂണോ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ഒന്ന് വടിച്ചെടുക്കണം. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാലിൻ്റെ നല്ല കൊഴുപ്പൊക്കെയാണ് ഈ ഒരു പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തിളക്കുന്ന സമയത്ത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പോയി നിൽക്കും. അപ്പോൾ അത് കഴിയുന്നത് അത്ര നമ്മളൊന്ന് ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രക്ക് നല്ല നല്ല കൊഴുപ്പൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. എല്ലാവരും നല്ല കൊഴുപ്പൊക്കെ നമ്മുടെ പാലിൻ്റെ നഷ്ടപ്പെട്ടു പോകും. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗീ ചേർക്കുന്നതിന് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗീ ചേർത്ത് കൊടുത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഈസിയാണ് ചെയ്യാനായിട്ട്. ആ പാലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 1-2 മിനിറ്റ് തിളക്കേണ്ട സമയമേ വേണ്ടു കേട്ടോ. അപ്പോൾ ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നിങ്ങൾക്ക് തിളപ്പിച്ചെടുക്കേണ്ടിക്ക് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കണ്ടില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ, നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ബദാം ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും ലെങ്തി ആയിട്ട് തോന്നുന്നത്. ശരിക്കും ചെയ്യാൻ വീട്ടിൽ കുതിർത്ത് വെച്ച ബദാം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് മാത്രം മതിയാകും. അതുപോലെ തന്നെ ഈ ഒരു ബദാം കാച്ചിയത് അല്ലെങ്കിൽ ബദാം ഡ്രിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ കുടിച്ചവർക്ക് അറിയാൻ പറ്റും. 2 കളറിൽ ഈ ഒരു ബദാം കാച്ചിയത് അല്ലെങ്കിൽ ബദാം ഡ്രിങ്ക് കിട്ടും. ഒന്ന് ചെറുതായിട്ടുള്ളൊരു യെല്ലോ മഞ്ഞ കളറിലും, ഒന്ന് ഈ ഒരു വൈറ്റ് കളറിലും. അപ്പോൾ ആ മഞ്ഞ കളർ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചാൽ ഒന്ന് ഇതുപോലെ വൈറ്റ് കളറിൽ, രണ്ടാമത് ചെയ്യേണ്ടത് ഈ ഒരു വൈറ്റ് കളറിൽ നമ്മൾ കാച്ചിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കുങ്കുമപ്പൂവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുങ്കുമപ്പൂവിൻ്റെ കാര്യം സാഫ്രോണിൻ്റെ കാര്യം കാര്യമായിട്ട് പറയാതെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ
ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, ഇതിപ്പോൾ ചൂടോടുകൂടി ഞാൻ ഇട്ട് കൊടുത്തില്ല, നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇവിടെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കാൻ സമയമാകുമ്പോഴത്തേക്ക് ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും. വലിയ ഒരുപാട് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല, ചെറുതായിട്ടുള്ളൊരു മഞ്ഞ കളർ മാത്രമേ ഉണ്ടാവും. പിന്നെ ടേസ്റ്റിനെ ബാധിക്കുന്ന കേസൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് വൈറ്റിൽ കുടിക്കാനും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സാഫ്രോൺ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റിലാണെങ്കിൽ വൈറ്റിലും ചെയ്യുക കേട്ടോ. നമ്മുടെ തലശ്ശേരിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു വൈറ്റിൽ തന്നെ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.